ഹായ് സുഹൃത്തുക്കളെ, ഞാനേ ഇപ്പോൾ നല്ല മഴ ടൈമാണ്. അപ്പം മഴക്കാലത്ത് നമുക്ക് ഏതൊക്കെ പച്ചക്കറികൾ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ പറയണത് കേട്ടോ. അപ്പം ഞാൻ ചെയ്യുന്ന കൃഷികളും അതായത് എന്തൊക്കെ വർഷക്കാലത്ത് ഞാൻ ചെയ്യുന്നുള്ളത് അതിനെ കൂടി ഞാൻ പരിചയപ്പെടുത്തി തരാം. വർഷക്കാലത്ത് നമുക്ക് വർഷക്കാലത്തും വേനൽക്കാലത്തും ഒരുപോലെ കായ്ഫലം തരുന്നതാണ് നമ്മുടെ വഴുതനങ്ങ. എടാ, ഈ വഴുതനങ്ങ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കഴിഞ്ഞ 2 വർഷത്തോളമായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഞാൻ വിളവെടുപ്പെല്ലാം കഴിഞ്ഞപ്പോൾ എല്ലാം ഞാൻ കട്ട് ചെയ്തതാണ് കേടാ. ഇവിടെയൊക്കെ കട്ട് ചെയ്ത് ചെനപ്പുകളും മുളച്ച് വന്നിട്ടുള്ള വഴുതനങ്ങ ചെടികളാണ്. അപ്പോൾ പിന്നെ ഈ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ കൊമ്പ് തന്നെ എടുത്ത് വേറെ കുഴിച്ച് ഇട്ടിട്ടുണ്ടെങ്കിലും അത് വളർന്നു വരും, പൊടിച്ചു വരും. അത് അങ്ങനെ നിൽക്കണ അതേമാതിരി കുഴിച്ചിട്ട് വന്നിട്ടുള്ള അതിൽ നിന്നൊക്കെ മുറിച്ച് നട്ടിട്ടുള്ള ചെടിയാണ് ഈ വഴുതനങ്ങ തൈ കേട്ടോ. നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഏതൊരു പച്ചക്കറികൾ നടുമ്പോഴും ഒരു പൂക്കൾ, അതായത് നമ്മുടെ മഞ്ഞ കളറിലുള്ള പൂക്കൾ, സൂര്യകാന്തി ആവാം, ചെട്ടിമല്ലി ആവാം, ഇതിൻ്റെ നട ഇതേമാതിരി ഓരോന്ന് നട്ട് പിടിപ്പിക്കുന്നത് നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം നമ്മൾ ഈ മഞ്ഞക്കണി കെട്ടുന്നതിനൊക്കെ ഏറ്റവും നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കീടങ്ങൾ വരുമ്പോൾ കൂടുതലും ആകർഷിക്കുന്നത് മഞ്ഞ കളറാണ്. അപ്പോൾ ഈ പൂക്കൾ ഉണ്ടായി നിൽക്കുമ്പോൾ അതിമഴിക്കാണ് കീടങ്ങൾ വരുള്ളൂ. അപ്പോൾ കുറേയൊക്കെ കീടങ്ങളെ നമുക്ക് ഈ ചെടികളിൽ വരുന്നത് കുറച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അത് ഇപ്പോൾ നമ്മൾ വഴുതനീര കണ്ടില്ലേ നമ്മൾ. പിന്നെ ഈറ്റകൾക്ക് കേടുപാടുകൾ വരുന്നത് അത് ഞാൻ പറയാം. ഇതാ, ഇനി നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വെണ്ട. ഈ വെണ്ട കൃഷി എന്ന് പറയുമ്പോൾ ഞാനിത് ഒരുപാട് ചെയ്തിട്ടുള്ളതാണ് കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് വർഷക്കാലത്ത് അതായത് മഴ പെയ്തും കൊണ്ടിരിക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്ന കൃഷികളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ വെണ്ടയ്ക്കനെ ഞാൻ കാണിക്കുന്നത്. എല്ലാം ഉണ്ടാ നല്ല രീതിയിൽ തന്നെ വെണ്ടക്കായ ഉണ്ടായി കിട്ടുന്നതാണ്. നമുക്ക് വർഷക്കാലത്തും വേനൽക്കാലത്തൊക്കെ നല്ല രീതിയിൽ ഉണ്ടായി കിട്ടും. പിന്നെ ഈ കൃഷി നമ്മൾ ചെയ്തിട്ടതുകൊണ്ട് കാര്യമില്ല. നമുക്ക് പറ്റുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ വന്നു കഴിഞ്ഞ് ഈ നമ്മളെ നട്ട ചെടികളെ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ കീടങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതേമാതിരി കണ്ടുപിടിച്ച് അതിന് പരിഹാരം കാണാൻ പറ്റും. മനസ്സിലായിട്ടാ. അപ്പോൾ ഓരോ കാര്യത്തിലും പിന്നെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാ, ഇത് നോക്കിക്കോളൂ. ഇപ്പം ഈ ഇല ചുരുണ്ടിരിക്കുന്നതാണ്ടാ, ഇത് പുഴുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വന്ന് നോക്കിയെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ സാധനത്തിന് കാണാൻ പറ്റുള്ളൂ. ഞാൻ കാണിച്ചത് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇല ചുരുണ്ടിരിക്കണമെങ്കിൽ ഷുവർ 100% അതിൽ പുഴുണ്ടെന്നുള്ള കാര്യം ഉറപ്പ് എനിക്കറിയില്ല. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇതാടാ, ഈ സാധനത്തിന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതാടാ പുഴു, പുഴയും മുട്ടയും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സാധനത്തിന് നമ്മൾ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് അങ്ങനെ തന്നെ ഈ തല്ലുകൊണ്ട് ഇതിങ്ങനെ എടുത്ത് തിരുമ്പി കൂട്ടി കഴിഞ്ഞാൽ ആ പരിപാടി എൻ്റെ ചവിട്ടി ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ആ പരിപാടി കഴിഞ്ഞു. അതല്ല നമ്മൾ 2 ദിവസം ഇത് കൂടുതൽ നേരം വേണ്ട, പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞിട്ട് നോക്കണമെങ്കിൽ ചിലപ്പോൾ ചെടി ആകപ്പാടെ പോയി കിട്ടും. അപ്പോൾ അതൊക്കെ വന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ അതാണ്. ഇത് മുഴുവൻ ഇതേ ആടാ, ഈ ചെടി മുഴുവൻ. അപ്പോൾ ഇതിങ്ങനെ അല്ലെങ്കിൽ ഒന്ന് ഉള്ളിയാൽ മതി. അത് നമ്മൾ നോക്കാണ്ടിരുന്ന ഒരു ദിവസം നേരം വൈകുമ്പോഴാണ് ഇതാടാ, ഒരു ദിവസം നേരം വൈകുമ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുക. അതേമാതിരി തന്നെയാണ് നമുക്ക് ഈ വർഷക്കാലത്ത് നട്ട് വളർത്തി എളുപ്പത്തിലെടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ് തക്കാളി. ഇതാ, ഇപ്പം ഞാൻ തക്കാളി നട്ടിട്ടുണ്ട്. ഇതാണ് തക്കാളി. ഇപ്പോൾ തക്കാളി ആയി വരുന്നുള്ളൂ കേട്ടോ. തക്കാളിയൊക്കെ ആയി വരുന്നുള്ളൂ. ഞാനിതിപ്പോൾ നമ്മുടെ ഓണത്തിന് വേണ്ടി കണക്കാക്കി നട്ടിട്ടുള്ള ചെടികളാണ്. അപ്പോൾ വർഷക്കാലം അതിൻ്റെ വേറെ ഒന്നും ചെയ്യാനും പറ്റില്ല. ഇതിങ്ങനെയാണ്. പിന്നെ തക്കാളി നടുമ്പോൾ നമ്മൾ ഈ പരുവായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ കെട്ടി നിർത്താൻ പറ്റുന്നത്, ഇവിടെ എനിക്ക് കെട്ടാൻ പറ്റില്ല, ഞാൻ ടാങ്കിൻ്റെ മേലാണ് വെച്ചിരിക്കുന്നത്, അതിൻ്റെ പേരിൽ എനിക്ക് കെട്ടി നിർത്താൻ പറ്റില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ നാളെ ചെയ്യാൻ പോകുന്നത് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ നേരില്ല. ഇവിടെ 2 കുറ്റി കൊടുക്കും. ഇവിടെ ടാങ്കില്ല. അപ്പോൾ ഇവിടെ 2 കമ്പ് കൊടുത്തു കഴിഞ്ഞിട്ട് ചരട് വെച്ച് കഴിഞ്ഞാൽ കെട്ടാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അത് വീഴാതിരിക്കാനായിട്ട് അതും കൂടി നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നല്ലോണം നോക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ
അപ്പോൾ ഒരു കൃഷി നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ എങ്ങനെ പരിപാലിക്കുന്നോ അതിൻ്റെ മാതിരി ഇരിക്കും നമുക്ക് വിളവെടുപ്പൊക്കെ കിട്ടാം. അപ്പോൾ അതേ ഇപ്പോൾ നമ്മൾ തക്കാളി, വെണ്ടയ്ക്ക, വഴുതനങ്ങ, അപ്പോൾ അതെ പിന്നെ ഇതൊക്കെ തൈകൾ ഞാൻ വെച്ചിട്ടുള്ളതാണ്, കാരണം നമുക്ക് ഇത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മളത് പറയാൻ മറന്നു. കാരണം പയറും ഈ പറഞ്ഞ മാതിരി നമുക്ക് വർഷക്കാലത്ത് നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ്. ഇത് ഉണ്ടാകുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തത്തേനെ ഒക്കെ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. തത്തകൾ വളരെ ശല്യം ഉണ്ടാക്കും, അവർക്ക് മറ്റുള്ള സാധനങ്ങളൊന്നും കഴിക്കാൻ കിട്ടാണ്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അതിൻ്റെ പേരിൽ കൂടുതൽ പയറുമഴയ്ക്കും വെണ്ടയ്ക്കമഴയ്ക്കും ഒരു ആക്രമണം ഉണ്ടാവും. അല്ലെങ്കിൽ മറ്റേ നെറ്റ് ഒക്കെ കെട്ടി ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അതൊക്കെ സൗകര്യം പോലെ ചെയ്യാനാണ് നല്ലതാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എപ്പോഴും വന്ന് നോക്കുക, കാര്യങ്ങൾ ചെയ്യുക, അതൊക്കെ ഇതിന് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതേ വെണ്ടയ്ക്ക, അതെ പയറ്, വെണ്ടയ്ക്ക, തക്കാളി, വഴുതനങ്ങ. അപ്പോൾ ഇനി ഈ കായ്പയ്ക്കും കുഴപ്പമില്ല. കയ്പയ്ക്ക് നമുക്ക് വർഷക്കാലത്ത് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഞാൻ അതിന് കണക്കാക്കിയിട്ടാണ് ഇതാണ്. ഇതേമാതിരി ഒരു പന്തലൊക്കെ കെട്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്പക്കായ വളർന്ന് കാണിച്ച് നേരെ ഇത് മിഴുകി വന്നോളും. അപ്പോൾ ഇതിന് പടർന്നു അതിനും നല്ലൊരു ഇതാണ് കേട്ടോ. അപ്പോൾ വർഷക്കാലത്ത് ചെയ്യാൻ പറ്റുന്നതാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഏറ്റവും കൂടുതലൊരു ആക്രമണം വരുന്നതാണ് ആമവണ്ട് എന്ന് പറയും. ഈ ആമവണ്ടിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഏറ്റവും നല്ലതായിട്ട് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നീം സോപ്പ്. അതിൻ്റെ 20 ഗ്രാം ഇതെടുത്തും കഴിഞ്ഞിട്ട് വെള്ളത്തിലിട്ട് കഴിഞ്ഞ് 1 ലിറ്റർ വെള്ളത്തിലിട്ട് കലക്കി തെളിക്കലാണ് പതിവ്. അതാണ് ഏറ്റവും നല്ലത്. പിന്നെ വെണ്ടയ്ക്കും പയറിനും നമ്മൾ മരുന്ന് ചെയ്യേണ്ടത് ബുവേറിയാണ്. 20 ഗ്രാം ഇതെടുത്തും കഴിഞ്ഞിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി കഴിഞ്ഞിട്ട് അതും നമ്മൾ ചെയ്യാം. അതാണ് ചെയ്യേണ്ടത്. അത് നല്ലതാണ് ഇടാം. അങ്ങനെ തെളിക്കുന്ന സമയത്ത് നമ്മുടെ മേൽവശം മാത്രമല്ലാതെ കണ്ട് അടിവശത്തും കൂടി തട്ടുന്ന രീതിയിൽ നമ്മൾ തെളിച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. നീം സോപ്പാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് ഇടയ്ക്ക് ഒരു സൂഡോമോണസിൻ്റെ ഇത് അടിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം 20 ഗ്രാം ഇപ്പോൾ ലിക്വിഡ് ആണെന്നുണ്ടെങ്കിൽ 5 മില്ലി, അല്ലാന്നുണ്ടെങ്കിൽ പൗഡറായിട്ട് ആണെങ്കിൽ 20 ഗ്രാമിൽ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി കഴിഞ്ഞിട്ട് ചെയ്യണമെന്ന് നല്ലതാണ്. അതൊക്കെ നല്ലതാണ്. പക്ഷേ പുഴുവിന് നമ്മൾ നീം സോപ്പ് ഇടണം കേട്ടോ. അത് നല്ലത്. പിന്നെ എൻ്റെ തൈകളുണ്ട് ഓരോ സ്റ്റെപ്പ്. ഇത് ചുമപ്പം കളറുള്ള വെണ്ടക്ക തൈ ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളതാണ്. ഇത് വലുതായി വരുന്നുള്ളൂ, വെച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുള്ള അതിൻ്റെ പേരിൽ. വയലറ്റ് വഴുതനങ്ങ ഉണ്ടായി. അങ്ങനെ പിന്നെ നമുക്ക് മഴക്കാലത്ത് ഒക്കെ നല്ല നമ്മൾ നട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തേന കൃഷിയൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റും. വെള്ളക്കെട്ട് ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ട് നട്ടിട്ട് നമ്മൾ കുറച്ച് ഇങ്ങനെ കൂന പൊന്തിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ നല്ലതാണ്. കണ്ടപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇതൊക്കെയാണ് എൻ്റെ കൃഷി രീതി. അതാണ് ഞാൻ നിങ്ങൾ കാണിച്ചു തരുന്നിടാം. ഇത് ചേമ്പ്. ഇത് നമ്മുടെ ചേമ്പ്. ഇതും നമുക്ക് വർഷക്കാലത്ത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കേസാണ്. ഗ്രോ ബാഗിൽ ചേമ്പ് നിൽക്കണം എടാ. അപ്പോൾ ഈ ഗ്രോ ബാഗിൽ ഇതേമാതിരി ഇതൊക്കെ നമുക്ക് ഏത് ടൈമിൽ ചെയ്യാൻ പറ്റും. പക്ഷേ വർഷക്കാലത്ത് നിന്നൊന്നും ഒരു പ്രശ്നമില്ലാത്ത കേസാണ്. അതിന് ഞാൻ വർഷക്കാലത്തെ കൃഷികൾ ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളതാണ് നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. ഇവിടെ വെള്ളക്കെട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാൻ ഈ ഗ്രോ ബാഗിൽ തന്നെ നടാനും ഉദ്ദേശിച്ചത്. അത് അങ്ങനെ പറ്റുള്ളൂ. കാരണം ഇവിടെ ഒക്കെ പറമ്പിൽ വെള്ളം കയറുന്നതാണേ. പിന്നെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫുള്ള് വെള്ളം ഇങ്ങോട്ട് മേലോട്ട് കയറില്ലെങ്കിലും താഴേമൊക്കെ വെള്ളം വരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ആ ഇതിൽ നമ്മൾ കംപ്ലീറ്റ് നട്ടിട്ടുള്ളതാണ്. ഇത് മധുരം ചേമ്പ്, ഇത് മധുരം കിഴങ്ങ്. അപ്പുറത്ത് മധുരം ചേമ്പും ഇപ്പുറത്ത് മധുരം കിഴങ്ങുമാണ് ആണോ. ഇവിടെ കൂർക്ക. അപ്പോൾ ഇത് വെള്ളക്കെട്ടുള്ള സ്ഥലത്ത് ഞാൻ നട്ടിട്ടുള്ളതാണ് ഈ കാണിച്ചു തരുന്നത് കേട്ടോ. ഇത് മധുരം കൂവ നിൽക്കുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മഞ്ഞൾ അത് ഇവിടെ ഉണ്ട്, അപ്പുറത്തുണ്ട്. ഇത് പോരാഞ്ഞിട്ടാണ് നമ്മുടേത് ഉണ്ടായി കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് മഴയൊക്കെ വന്ന് കുറച്ച് തന്നെ ഇപ്പോൾ ഇതായിരിക്കും പോയതിന് ശേഷം ഇത് ഉണ്ടായിട്ടുണ്ട്. നോക്കട്ടെ കേട്ടോ. അത് രണ്ടാമത് വരുന്നതാണ്, ഉണ്ടായി വന്നിട്ടുള്ളൂ എടാ. വലിയ കോവയ്ക്കാണിത് എടാ. ഇതേ മരത്തെ കോവയ്ക്ക
ഉണ്ടാവും, ഒരുപാടുണ്ടായതാണ്. ഇപ്പോൾ എല്ലാ ഇലകളും കൊഴിഞ്ഞു പോയിട്ട് രണ്ടാമത് പൊടിച്ച് വരുന്നതാണ് നമുക്ക്. അപ്പോൾ ഇത്രയായില്ലേ? ഈ മുളക് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? സാധാരണ മുളക് നിൽക്കുന്നത് നമ്മൾ മുളക് പൊടി ഒരുപാട് പൊട്ടിച്ചിട്ടുണ്ട്. അറിഞ്ഞൂടെ ഞാൻ ഇതൊക്കെ ഇപ്പോൾ ഇതൊക്കെ പൊട്ടിച്ചിട്ട് കഴിഞ്ഞിട്ടുള്ളതാണ്. വേണ്ട പക്ഷേ ഇതിങ്ങനെ കെട്ടി ഞാട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലായിട്ടും അതിൻ്റെ കട നിൽക്കണം. അതിൻ്റെ കട നിൽക്കണ നോക്കി ഈ ഡബ്ബരെ അടിവശത്തു നിന്നാണ് വന്നിട്ടുള്ളത് കേട്ടോ. അത് ഞാൻ കുഴിച്ചിട്ടതാണ്. ഇതിങ്ങനെ കുഴിച്ചിടാൻ ഇത് ഇപ്പം ഇങ്ങനെ നട്ട് ഞാൻ ട്രൈ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ ഒരു നിവൃത്തിയില്ല നമുക്കിത് ചെടി നടാനുണ്ടെങ്കിൽ. ഇപ്പോൾ ഡയറക്റ്റ് ഇവിടെ മഴക്കാലമാണെങ്കിൽ ചെടി വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇതുകൊണ്ട് നാശമായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് കൃഷിയും ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളതിന് ഉദാഹരണത്തിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ തന്നെ വെറൈറ്റി ആയിട്ട് വേറെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുളക് ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടി. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, ചില ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ കുറേ ചെടികൾ നമ്മൾ തൂക്കിയിട്ടിട്ടുണ്ടാവും. അത് നല്ല വൃത്തിയാണോ, നല്ല പൂക്കളുണ്ടാവും, മനസ്സിന് സന്തോഷം കിട്ടണം. അതേമാതിരി തന്നെയാണ് നമ്മളൊരു പച്ചമുളകും തൂക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും പൂക്കളുണ്ടാവും, ഈ പച്ചമുളക് ഉണ്ടാവും. ഇതൊക്കെ അപ്പോൾ നമുക്ക് അതിൽ നിന്ന് പൊട്ടിച്ച് നമ്മുടെ കറിയിലേക്ക് പോയി. അതൊക്കെ നമുക്ക് ഏറ്റവും വലിയൊരു സുഖം സന്തോഷം തരുന്നൊരു സംഭവമല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആ സംഭവം തീർച്ചയായിട്ടും ഉണ്ടാവും, നിങ്ങൾക്ക് ഇടാം. അപ്പോൾ അതാണ് അതും കൂടി ഞാൻ പറയാൻ കാരണം. അപ്പം ഈ വെള്ളക്കെട്ടിലും മഴയത്തും ചെയ്യുന്ന കൃഷികളാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. ഞാനിങ്ങനെ കാണിച്ചിട്ടില്ല. അല്ലെങ്കിൽ നമുക്ക് വേറെ കൃഷികളൊക്കെ ഒരുപാട് ചെയ്യാൻ പറ്റൂടാ. അതിനിപ്പോൾ നിലവിൽ എൻ്റെ കൃഷികൾ ഇത് കാണുന്നതാണ് വർഷക്കാലത്ത് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇനി അടുത്ത സ്റ്റെപ്പിന് ഞാൻ വേറെ വിത്തുകൾ പാവി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് വീണ്ടും വരും വേറെ രംഗത്തേക്ക്. ഈ തോരൻ വയ്ക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊട്ടിക്കാൻ പറഞ്ഞു പറമ്പിലേക്ക് ഇങ്ങനെ വന്നപ്പോൾ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയത് ഒരു പാളംകുടം വാഴയുടെ കുടപ്പം നിൽക്കുന്നുണ്ട്, അതാക്കാന്ന് വെച്ചപ്പോൾ ഇന്നത്തെ തോരൻ അതൊന്ന് പൊട്ടിക്കുക. അവിടെ കിണറാണ്, കിണറ്റിക്ക് പോവുമെന്ന് എനിക്കറിയില്ല. ഇല്ല ഇതാ. അപ്പോൾ നമ്മുടെ പാളംകുടം വാഴയുടെ കൊപ്പര, അതായത് കൂമ്പ്. പക്ഷേ കൂമ്പ് വയ്ക്കാൻ ഏറ്റവും നല്ലത് പാളംകുടം വാഴയാണ് കേട്ടോ. അതിൻ്റെ കൂമ്പെടുത്ത് വയ്ക്കുന്നത് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മ ഇന്നിപ്പോൾ നമുക്ക് വൈകുന്നേരത്തിന് തോരൻ വാഴക്കൂമ്പാക്കാം. അതായില്ലേ? അപ്പം ഇങ്ങനെയൊക്കെയാണ് ഓരോ കറികൾ ഇങ്ങനെയാണ് കഴിഞ്ഞ് പൊക്കോളും. ഇതൊക്കെ നമ്മൾ പാവി വെച്ചിട്ടുള്ളതാണ് നടാനായിട്ട് കേട്ടോ. അപ്പോൾ ഇന്നലെയൊക്കെ മിഞ്ഞാന്നായിട്ടൊക്കെ ഇതായിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് സാധനങ്ങൾ. ഇതാണ്ടാ അവിടെയൊക്കെ ഉണ്ട്. പിന്നെ ഈ സൈഡിൽ നോക്കിയേ, ഇതേ ഇതിലൊക്കെ ഇവിടെ വഴുതിനങ്ങ ഉണ്ട്, വെണ്ടയ്ക്കുണ്ട്, പച്ചമുളകുണ്ട്, പിന്നെ ഒരുപാട് ഇതുകൾ വിത്തുകൾ ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതൊക്കെ മുളക് ഇനിയിപ്പോൾ നാളെ ഇതൊക്കെ ഇന്നലത്തെ പരിപാടിയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് പോകുമ്പോഴേക്കും അത് റെഡി ആയിട്ട് വരും കേട്ടോ. ഇതേ നമ്മുടെ സബോള ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഭയങ്കര ഇവിടെ നമ്മൾ നട്ട് പോവും. കുറച്ച് നേരം കഴിഞ്ഞ് നോക്കുമ്പോൾ വെളിയിൽ എടുക്കണതാണ്. നമ്മളെ നട്ട ഉള്ളി ആയാലും വേറെ എന്തായാലും വെളിയിൽ എടുക്കണ്ടാവും. ഈ കാക്കകൾ വന്നും കാഞ്ഞ് കൊത്തിയും കാഞ്ഞ് ഇട്ടിട്ട്. അപ്പോൾ അതിന് തടസ്സത്തിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു വല കെട്ടിക്കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പിന്നെ നമുക്കൊരു വീട്ടിലേക്ക് എപ്പോഴും തരുന്ന ഒരു ഇതാണ് ഫ്രൂട്ട്സാണ്. നമ്മുടെ ഫ്രൂട്ട്സ് ആയാലും തോരൻ വയ്ക്കാനായാലും എന്തിനായാലും തരുന്നതാണ് നമ്മുടെ കൊപ്പക്കായ. കൊപ്പക്കായ എന്നും പറയും, പപ്പായ എന്നും പറയും. ഇതൊക്കെ ഒരെണ്ണം വീട്ടിലുണ്ടാവണമെന്ന് നമുക്ക് എപ്പോഴും നല്ലതാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല ചെയ്യാം. അപ്പോൾ ഞാൻ ചെയ്യുന്ന വർഷക്കാലത്ത് ചെയ്യുന്ന കൃഷികളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളത്. പിന്നെ അതിനെ പരിപാലിക്കേണ്ട രീതികൾ, ഞാൻ ചെയ്യുന്ന രീതികളും നിങ്ങളെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് ഇങ്ങനത്തെ ചിലപ്പോൾ ഈ കീടങ്ങളും മറ്റുള്ള കാര്യങ്ങളും പുഴുക്കളും ശല്യങ്ങളൊക്കെ വരുമ്പോൾ മറ്റുള്ള കീടനാശിനികൾ അടിക്കുന്നേക്കാളും നല്ല രീതിയിലുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നമ്മൾ കഴിക്കുന്ന സാധനം ആരോഗ്യപരമായിട്ടും ഗുണപരമായിട്ടും കഴിക്കാനുള്ള വിധമാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. അല്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ല കേട്ടോ. ഇത്രയൊക്കെയാണ് എനിക്ക് ഞാൻ ചെയ്യുന്ന രീതിയിലുള്ളത് പറയാൻ പറ്റണത്. അപ്പം നിങ്ങൾക്ക് ഈ വർഷക്കാലത്തിൽ ഒരു പച്ചക്കറിയുടെ ഇത് ഞാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്.